നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നമ്മൾ ചെറുതായി കാണരുത്. ഞാനിപ്പോ BJP അനുഭാവിയായി അതുകൊണ്ടാണെന്ന് നിങ്ങൾ ആരും പറയണ്ട. ഉമ്മൻചാണ്ടിയെ പറ്റി ഏറ്റവും നല്ലത് പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, കാര്യം ശരിയാ. പക്ഷേ നല്ലത് തന്നെ പറഞ്ഞിട്ടുള്ളവനെയാണ് അങ്ങനെ ചെയ്ത. അങ്ങനെയാണ് ജനസമ്പർക്ക പരിപാടി ലോകത്തൊരു രാഷ്ട്ര നേതാവിനും ചെയ്യാൻ കഴിയാത്ത കാര്യമില്ലേ. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതൃത്വം വളരെ വലുതാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ രാജ്യത്തിന് ചെയ്ത സേവനത്തെ പറ്റി നിഷേധിക്കാൻ പറ്റുമോ? അദ്ദേഹം തൃശ്ശൂർ വന്നപ്പം 2 ലക്ഷത്തോളം സ്ത്രീകൾ കൂടി നമ്മളെ കൂടണം. പക്ഷെ അദ്ദേഹം അവിടെ പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, BJPയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ സംസാരിക്കുകയാണ്, ഓക്കെ, അത് പ്രധാനമന്ത്രിയായിട്ടായിരിക്കണം. അദ്ദേഹം അവിടെ സംസാരിച്ച് BJPയുടെ നേതാവ് എന്ന നിലയിലാണ്. അത് രാഷ്ട്രീയമല്ലേ പറഞ്ഞ്. എനിക്കത് ഇഷ്ടപ്പെട്ടു, പറഞ്ഞത് സത്യമാണ്. അതായത് നരേന്ദ്രമോദി രാഷ്ട്രീയമാണ് പ്രസംഗിച്ചത്. അതല്ലേ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പറയാൻ കാരണം. ഒരു പ്രധാനമന്ത്രിയാണ് പറയില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായി പറയുകയാണെങ്കിൽ അത് പറയാൻ പാടില്ല, അദ്ദേഹം പറയുകയില്ല. ഒരു BJPയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം മോദി സാഹിബ് വന്നപ്പോ മോദിജി അത് പറഞ്ഞേ തീരൂ. അതൊരു സത്യമാണെന്ന് എനിക്കറിയാം. കേരളത്തിൽ ആദ്യമായിട്ട് അതിന് പത്രസമ്മേളനം നടത്തി ആരോട് ഉന്നയിച്ച ആളാ ഞാൻ. നോക്കിക്കോളൂ, ഇപ്പം പറയുന്നത് ഷുക്കൂർ അപ്പൊ ഇടതുപക്ഷക്കാരും നമ്മുടെ ബൈജു മാത്രം. ബൈജു വലിയ ഇടതുപക്ഷം ഒന്നും അല്ല. ഇടതുപക്ഷമാണെങ്കിൽ CPM അല്ലെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഈ ചർച്ചയിലിരിക്കുന്ന പക്ക ഇടതുപക്ഷം. ബൈജു തർക്കം വേണ്ട. ബൈജു ഇടതുപക്ഷമാണ്. തർക്കം വേണ്ട. താങ്കൾ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തന്നെയാണ്, ഒരു തർക്കവും വേണ്ട കാര്യം. സമ്മതിച്ചു. ബൈജു ഇവിടെ വന്ന് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയാണ്. ഞാൻ പറഞ്ഞത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ അല്ല വേറൊന്നും പറഞ്ഞു. അങ്ങനെ ഇതിനെ അപമാനിക്കേണ്ട കാര്യമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞത് ആർക്കറിയില്ലാത്തത് ആ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ആർക്കറിയാം? സ്വപ്ന സുരേഷും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കർ, ഇതൊക്കെ കക്ഷികളല്ലേ. 29 പ്രാവശ്യം മറ്റേ സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. പിണറായി വിജയൻ എന്തിനാ ദുബായിക്ക് പോകുമ്പോ UAEക്ക് പോകുമ്പോൾ ഇവിടെ ബാഗ് ഒളിച്ചു വെച്ചിട്ട് അങ്ങോട്ട് പോകണം? ഇവിടെ ബാഗ് കൊണ്ടുപോയി UAEയുടെ കോൺസുലേറ്റ് കൊടുക്കാൻ. കോൺസുലേറ്റ് അന്ന് ജോലി ചെയ്യുന്ന ആരാ? സ്വപ്നയാണ്. ആ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ബഗേജ് എത്തിച്ചു അവിടെ എത്തിക്കാൻ പറഞ്ഞു. അതിനകത്ത് ശരത്ത് അന്ന് അവിടുത്തെ PR അത് സ്കാൻ ചെയ്തപ്പോൾ മുഴുവൻ ഡോളറാണ്. എന്തിനാ കോടിക്കണക്കിന് ഡോളർ എന്തിനാണ് പിണറായി വിജയൻ ഇവിടെ നിന്ന് UAEയിലേക്ക് കൊണ്ടുപോകുന്നത്? അത് കഴിഞ്ഞ് തിരിച്ച് സ്വർണം ഇങ്ങോട്ട് ബഗേജ് ഞാൻ നിങ്ങളെ പറയുമ്പോൾ ഉണ്ടെന്നില്ല, ഇഷ്ടമുള്ള പറഞ്ഞു. തിരിച്ചു വന്നപ്പോ തിരിച്ച് പാക്കറ്റ് വന്നു. നോക്കിയപ്പോഴാ സ്വർണ്ണമാണ്. അത് എവിടെ കൊടുക്കാനാ പറഞ്ഞ്? മുഖ്യമന്ത്രി വീട്ടിൽ കൊണ്ട് കൊടുക്കാനാ പറഞ്ഞു. ഇതൊക്കെ മാന്യതയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ പോലെ കൊള്ളക്കാരനെ അയാൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ടോ? യാതൊരു സംശയം വേണ്ട. 1 മാസത്തിനകം, ഞാൻ പറയുന്നത് ശരിയാണെന്ന് തെളിയിക്കാം, 1 മാസത്തിനകം പിണറായി പ്രതിയാവും. ഒരു സംശയം വേണ്ട. എന്റെ ഒരു കണക്ക് ശരിയാണെങ്കിൽ ഈ 16-ാം തീയതിക്ക് മുമ്പ് പിണറായിയുടെ മകൾക്ക് നോട്ടീസ് ഉണ്ടാവും ഹൈക്കോടതിയുടെ, അല്ലെ ഏതെങ്കിലും കോടതി നോട്ടീസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ തുടരാൻ കഴിയില്ല. അങ്ങനെ ഒരു കൊള്ള സർക്കാർ ഇവിടെ ഇരിക്കുക. ഇതിനെതിരെ ജനങ്ങളെ വർത്തമാനം പറയുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കും. വഴക്കുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? എന്തിനാ വഴക്കുണ്ടാക്കണം? ഏതായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്കെതിരായ വികാരം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടാകണം. അതിനകത്ത് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കണ്ട എന്നാണ് എന്റെ വ്യക്തമായ അഭിപ്രായം.